കഴിഞ്ഞൊരു മാസം എന്ന് പറയുന്നത് വളരെയധികം വിഷമങ്ങളിലൂടെ കടന്നുപോയൊരു മാസമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലേ, ഹോസ്പിറ്റൽ കേസും മാലമോഷണവും മാല നഷ്ടപ്പെട്ടത് നമുക്കാണ്, നഷ്ടങ്ങളെല്ലാം നമുക്കാണ്, വിഷമങ്ങളെല്ലാം നമുക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറ്റപ്പെടുത്തലുകളും നമുക്ക് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കല്യാണി വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫുഡ് പോലും വീട്ടിലുണ്ടാക്കിയില്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഇതേ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായിട്ട് വന്നിട്ടുള്ളത്. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഒന്നിൻ്റെ പേരിലും ഞാൻ എൻ്റെ മനസ്സ് തകർക്കാനായിട്ട് ഞാൻ തയ്യാറാവില്ല എന്ന് ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ നല്ല രീതിയിൽ അങ്ങനെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഒരു പ്രശ്നം മാത്രമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ പിന്നാലെ 2 ഹോസ്പിറ്റൽ കേസ്, മാലമോഷണം, പിന്നെ ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെയൊക്കെ ആയപ്പോഴേ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആളുകൾ ചിലപ്പോൾ പറയും നമ്മളെടുത്ത് ഓക്കെ ആവ്, വിഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മൾ ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ ഓക്കെ ആക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഞാൻ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ അടിക്കാനോ വിഷമിക്കാനോ ഒന്നുമുള്ളൊരു സമയം നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ അവിടേക്ക് കയറ്റുക, അങ്ങനെയുള്ള ഭയങ്കര തിരക്കുകളിലേക്ക് ഞാൻ എന്നെ സ്വയം കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിന്നെ എനിക്ക് ഇതൊന്നും ആലോചിക്കാൻ, ടെൻഷൻ അടിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. പിന്നെ കണ്ണനാണെങ്കിലും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. വാശിയായിരുന്നു, കരച്ചിലായിരുന്നു. അവൻ്റെ വിഷമങ്ങളും വികാരങ്ങളൊക്കെ അവൻ ദേഷ്യത്തിലൂടെയായിരുന്നു പ്രകടമാക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ മുകളിലത്തെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി വരുന്നത് തന്നെ അവന് ഇഷ്ടമാണ്. പിന്നെ ഈ റൂമിൽ വരുമ്പോൾ ഒരു പുതിയ അനുഭവമാണ് അവൻ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് കിടത്തിയപ്പോഴൊക്കെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു വിൻഡോയും കൂടെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കാറ്റൊക്കെ വരുന്നുണ്ട്. എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞാൻ ഈ അടക്കി പറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലൊക്കെ റൂം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. കുറേ വിശേഷങ്ങൾ എനിക്ക് ഈ പുതിയ റൂമിനെ പറ്റി പറയാനുണ്ട്. അതൊക്കെ പതിയെ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ മാനസികമായിട്ട് സന്തോഷത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ആ ഒരു സമയത്ത് എടുത്തു വെച്ച കുറേ വീഡിയോസുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഓരോന്നൊക്കെ ആയിട്ട് കാണാം അല്ലേ. എന്തായാലും റൂം ഒരുപാട് പൈസ ഭയങ്കരമായിട്ട് ചിലവാക്കിയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഭംഗിയിലൊക്കെ തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടക്കി പറക്കി ഇവിടേക്ക് നമ്മുടെ വർക്കുകളൊക്കെ മാറ്റിയെടുക്കുന്നത് വരെ ഇപ്പോഴും പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്.